നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ. രസിക ഭുവി ഭാവുക. കളവേണുരവക്കളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിബോധ ഇവാരവിന്ദമധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോരാ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാ സമുദ്രം. രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരയേ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ
പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹേ നാഥ നാരായണ വാസുദേവ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. രാധാകാന്ത
നമോസ്തുതേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവർഷം അഥവാ ആണ്ടുപിറപ്പിൻ്റെ ദിനമാണ് ഇന്ന്. രാവും പകലും തുല്യമാകുന്ന ഈ വിഷുദിനം സമഭാവനയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ജീവിതച്ചൂടിൽ ഉരുകിയൊലിക്കുമ്പോൾ സ്വപ്നം വിതയ്ക്കാൻ ഈ വിഷു നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു. അറിവ് ഉറയ്ക്കാത്ത ബാല്യം മുതൽ ജീവിത അന്ത്യം വരെ വിഷുവിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. കൊന്നപ്പൂവിൻ്റെ അതിമനോഹരമായ ശോഭയിൽ ഐശ്വര്യപൂർണമായ പ്രകൃതി വിഭവങ്ങളും കാർഷിക വിഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു കാണുവാൻ, അതിനുവേണ്ടി നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുവാൻ കൂടി ഈ സുദിനം നമുക്ക് പ്രചോദനമാകട്ടെ. ലോകമെങ്ങും ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും അതിജീവിച്ച് സന്തോഷവും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഏവർക്കും ഉണ്ടാവുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സാക്ഷാൽ ധന്വന്തരി മൂർത്തി തന്നെ ആയിരിക്കുന്ന ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്വന്തരീമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്താ ഭവേൽ ജനാഃ ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ഈ വിഷു സുദിനം ഏവർക്കും
അവരവരുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഒരുപക്ഷെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ള വിശേഷങ്ങൾ മാറ്റിവെച്ചും നമ്മൾ മലയാളികൾ തിരുവോണം ചിങ്ങമാസത്തിൽ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠാനത്തിൽ കൊണ്ടുവരുന്ന, അത് കൂടുതൽ ആഘോഷമായിട്ട് മാറുകയാണ്, അനുഷ്ഠാനത്തിൽ കൊണ്ടുവരുന്ന വിശേഷപ്പെട്ട ഒരു സുദിനമാണ് ഏത്? ഈ വിഷു സുദിനം. വിഷുവിനെക്കുറിച്ച് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേട്ടുവരുന്നതാണെങ്കിലും പലർക്കും ഇപ്പോഴും വിഷു എന്ന സങ്കല്പം ഒരു കൊന്നപ്പൂവിലും കുറച്ച് വെടിക്കെട്ടിലുമൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖ സമാരാധ്യ എന്നാണ്. ഉള്ളിലേക്ക് നമ്മളെ നോക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കണം എന്ന് പറയും അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ തന്നെ കാണണമെങ്കിൽ നമ്മളല്ലാത്ത മറ്റൊന്നിലേക്കാണ് നോക്കുന്നത്, കണ്ണാടിയിലേക്കാണ് നോക്കുന്നത്, ദർപ്പണത്തിലേക്കാണ് നോക്കുന്നത്. നമ്മളെ കാണാൻ വേണ്ടി മറ്റൊന്നിൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. കണ്ണാടിയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളെ തന്നെ ദർശിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളും എന്തു ചെയ്യുന്നു? പുറത്തൊന്നും പോകാതെ, മറ്റൊന്നും കാണാതെ, കണ്ണടച്ചുകൊണ്ട് നേരിട്ട് ഭഗവാന്റെ മുന്നിൽ, ഈശ്വരൻ്റെ മുന്നിൽ, ദേവിയുടെ മുന്നിൽ, ദേവന്മാരുടെ മുന്നിൽ, സമസ്ത ദേവീദേവന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അമ്പാടിക്കണ്ണൻ്റെ വേണുഗാനം പൊഴിക്കുന്ന അതിമനോഹരമായ സ്വരൂപത്തെ തന്നെ കണി കാണണം എന്ന് ഉറപ്പിച്ചിരിക്കുന്നു നമ്മുടെ പൂർവികർ. ആ ചടങ്ങുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നതാണ് വിഷുക്കണി എന്നും അതിന് ശേഷമുള്ള ചടങ്ങാണ് വിഷു കൈനീട്ടം എന്നൊക്കെ പറയുന്നത്. ശരിക്ക് വിഷു എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ വരുന്നത് പഴയ കാലത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും കൊന്നപ്പൂവിൻ്റെ ഒരു സൗരഭ്യവും അതിൽ തൂങ്ങിക്കിടക്കുന്ന കൊന്നപ്പൂവിനിടയിലൂടെ വലിയ ഓട്ടുരുളിയിൽ വെച്ച ആ വേണുഗോപാലമൂർത്തിയുടെ കളിമൺ പ്രതിമ അത് യഥാർത്ഥ സ്വരൂപമാണെന്ന് പ്രഭാതത്തിൽ നേരിട്ട് അനുഭവപ്പെടുന്ന ഒരു അനുഭൂതി. അതോടൊപ്പം തന്നെ വേഷ്ടി മുണ്ട്, വേഷ്ടി ഉത്തരിയൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു കേരളീയ വേഷം, സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിട്ടുള്ള അമ്മമാരുടെ ഒരു വേഷം, ഇതൊക്കെ തന്നെ പഴമയാണെങ്കിലും നമ്മുടെ മനസ്സിലത് എന്നും പുതുമ ഉണ്ടാക്കുന്നതാണ്. നവം നവം എന്നാണ് പറയുന്നത്. വിഷുപ്പുലരി, പൊട്ടിച്ചിരിക്കുന്ന, എങ്ങുമെങ്ങും പൊട്ടിച്ചിരിക്കുന്ന വിഷുപ്പുലരി എന്ന ഒരു സങ്കല്പം. അത് കാരണം അത്രയും സന്തോഷത്തിൻ്റെ, എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ഈ വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിഷു സങ്കല്പവുമായിട്ട് അല്ലെങ്കിൽ ആ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ പറയാറില്ല, വിഷുവം എന്നുള്ള ഒരു വാക്കാണ്. വിഷുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനമേഷ സന്ധി, മീനമേട സന്ധി, ആ സംക്രമം കഴിഞ്ഞിട്ടുള്ള അടുത്ത, അത് കഴിയുന്നതോടുകൂടി, മീനസംക്രമം കഴിയുന്നതോടുകൂടി മേടം രാശിയാണ്. മേടം ഒന്നാമത്തെ രാശിയാണ്. മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. മീനത്തിലെത്തുമ്പോഴേക്കും
അവിടെ 12ാമത്തെ മാസമായി, 12 രാശിയായി. വീണ്ടും 1ാമത്തെ രാശിയിലേക്ക്, മേടം രാശിയിലേക്ക് ആ സൂര്യൻ ചരിക്കുന്നതിൻ്റെ കണക്കനുസരിച്ച്, സംക്രമിക്കുന്നതിൻ്റെ കണക്കനുസരിച്ച് മീനം കഴിഞ്ഞിട്ട് മേടത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സംക്രമം, വിഷു സംക്രമം, അതാണ് അതിൻ്റെ ആ വിഷു എന്നുള്ള പദത്തിൽ നിന്ന് നമ്മൾക്ക് ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. വിഷുവം എന്ന് പറയാറുണ്ട്. വിഷുവെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാവും പകലും തുല്യമായിട്ടുള്ള ഒരു സുദിനം. അതാണ് ഈ മീനൻ രാശിയിൽ നിന്നും മേടത്തിലേക്ക് സംക്രമിക്കുന്നത്. അത് കഴിഞ്ഞ് കിട്ടുന്ന പ്രഭാതം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു പ്രഭാതത്തിൽ, വിഷുക്കണിയൊക്കെ നമ്മൾ ശരിക്കും കാണേണ്ടത് നേരത്തെയുള്ള സമയത്താണ്. നമ്മുടെ ഈ ഒരു കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദേവന്മാർക്കൊക്കെ ഉള്ള ഒരു സമ്പ്രദായമുണ്ട്. അത് നമുക്ക് നേരത്തെ കാണിക്കാം, കണി കാണിക്കാം, ദേവന്മാരെ കാണിക്കുക. അതാണ് ആദ്യത്തെ സങ്കല്പം. അത് അവർക്ക് വിളക്കൊക്കെ കൊളുത്തി നമ്മൾ അവരെയൊക്കെ വേണ്ടതുപോലെ മാനിച്ച് കാണുന്ന ഒരു സമയം. അത് ചില ഇടത്ത് വ്യത്യാസമുണ്ടാവും. ആദ്യം വിഷുക്കണി കാണുന്ന കേരളത്തിലെ ക്ഷേത്രം എന്ന് പറയുന്ന നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഗുരുവായൂരമ്പലത്തിൽ 2:30 മണിക്ക് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. പക്ഷെ എന്തായാലും നമ്മളെപ്പോലുള്ളവർക്ക് കണി കാണാൻ ആ സമയത്തിന് ശേഷം ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 മണിക്ക് ശേഷമുള്ള സമയമാണ് വളരെ വിശേഷമായിട്ട് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത് കണി കണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ ഒരു സുദിനം. അപ്പോൾ രാവും പകലും തുല്യമായിട്ടുള്ള ഈ വിഷുവം എന്ന പദത്തിൽ നിന്നും എത്രയെത്ര പദങ്ങളാണ് നമ്മുടെ മലയാളത്തിലും അതുപോലെ അത് അനുബന്ധമായ ഭാഷകളിലൊക്കെ കടന്നു വന്നിട്ടുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ? വിഷുവം എന്ന് മാത്രമൊന്നുമല്ല, വിഷുപക്ഷി, വിഷുഫലം, വിഷു കൈനീട്ടം, അതുപോലെ വിഷുവരേഖ, വിഷു സംക്രാന്തി, വിഷുക്കണി, ഇങ്ങനെ പലതുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന അതാണ് കണി കാണൽ എന്ന് പറയുന്നത്. ഈ ദേവന്മാരെ സംബന്ധിച്ചൊക്കെ അങ്ങനെ ഉണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നടയടച്ച് പിന്നീട് തുറക്കുന്ന സമയത്ത് കണി കാണിക്കുക എന്നുള്ള സമ്പ്രദായമുണ്ട്. അതുപോലെ നിത്യേന ദേവന്മാരെ സംബന്ധിച്ച് നമ്മുടെ ഒരു വർഷം ദേവന്മാർക്ക് അതായത് ഒരു ദിവസമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലയിടങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ നിത്യേന കണി കാണിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഭഗവാനെ പള്ളി ഉണർത്തിയതിന് ശേഷം, അതായത് ആ ഉണർത്തുന്നതോട് കൂടിയിട്ട് ശീലകത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതോട് കൂടിയിട്ട് ആ പശുവിനെയും മറ്റുള്ള വസ്തുക്കളൊക്കെ മുന്നിൽ വെച്ച് കണി കാണിച്ചുകൊണ്ട് നിത്യേന തുറക്കുന്ന സമ്പ്രദായങ്ങളുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആദ്യ ദർശനം, ആദ്യം കണ്ണ് തുറന്ന് കാണുന്ന കാഴ്ച, അത് തന്നെയാണ് വിഷുക്കണിയെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഈ വിഷുക്കണിയിൽ എന്താണ്? തനത് ആണ്ട് മുഴുവൻ, അതായത് ആ ആണ്ട് മുഴുവൻ, ആ വർഷം മുഴുവൻ നടക്കുന്ന സംഗതികളുടെ സൂചനയാണ് വിഷുക്കണികളിലൂടെ നൽകുന്നത്. കണിപ്പാത്രത്തിൽ ഒരു ഗ്രന്ഥം വെച്ച് അതിനുമേൽ ഒരു സ്വർണ്ണ നാണയമോ സ്വർണ്ണ ആഭരണങ്ങളോ വെച്ച് ചാർത്തുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അതുപോലെ സ്വർണം, സമ്പത്ത്, ധനധാന്യങ്ങൾ ഒക്കെ നിറച്ചിങ്ങനെ വെക്കുക, അല്ലേ? പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മറ്റുള്ളത് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച് നമുക്ക് കാണേണ്ടുന്ന ചക്ക, മാങ്ങ, എന്തൊക്കെയാണോ പ്രകൃതി വിഭവങ്ങൾ, എന്നിട്ട് പ്രകൃതിയെ കാണിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ. ഇത് മുഴുവനും ഇങ്ങനെ നിറച്ച് വെക്കുകയാണ്. അപ്പോൾ പ്രകൃതി എന്താണ്? ആ വിശ്വനാഥൻ്റെ മൂലപ്രകൃതി തൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. ഭഗവത്ഗീതയിൽ ഒരു സങ്കല്പം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മമ എന്താ? എൻ്റെ അംശമാണ് ഈ സകല ചരാചരങ്ങളും. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതി മുഴുവനും മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സ ചരാചരം. എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി
മുഴുവനും നിലനിൽക്കുന്നത്. ഒരിക്കൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വ്രജഭൂമിയിൽ, യു പിയിൽ പറയുന്ന വ്രജഭൂമിയിൽ നമ്മൾ വൃന്ദാവനമൊക്കെ ഉൾപ്പെടുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള മധുവനമുള്ള 12 വനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ആ യമുനാ പുളിനവും വ്രജരജസ്സും രാധാറാണിയും ഗോവർദ്ധനവും എന്ന ആ ചതുസങ്കല്പങ്ങളോട് കൂടിയിട്ടുള്ള ആ പുണ്യ സങ്കേതത്തിൽ ഭഗവാൻ 12 വർഷം നഗ്നപാതനായിട്ട് ഓടിച്ചാടി കളിച്ചുകൊണ്ട് തൻ്റെ ബാലലീലകൾ കൊണ്ട് ലോകത്തെ മുഴുവനും സന്തോഷ സമുദ്രത്തിൽ ആഴ്ത്തിവെച്ച, സന്താപങ്ങളില്ലാതാക്കിയ ആ ഭഗവാന്റെ ദിവ്യ ബാലലീലകൾ നടന്ന ആ വ്രജഭൂമിയിൽ ഒരിക്കലൊരു സംഭവം ഉണ്ടായി. എന്താണത്? ദേവേന്ദ്രനുമായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം. ദേവേന്ദ്രൻ സാധാരണഗതിയിൽ വർഷങ്ങളായിട്ട് ദേവേന്ദ്രൻ ഒരു ഇന്ദ്രയാഗം നടത്താറ് പതിവുണ്ട്, ഇന്ദ്രപൂജ നടത്താറ് പതിവുണ്ട് അവിടെ. പക്ഷേ ഭഗവാൻ ഒരവസരത്തിൽ പറഞ്ഞു, ഇന്ദ്രനല്ല പൂജിക്കേണ്ടത്, നമുക്ക് ഈ മേഘത്തെ തടുത്തു നിർത്തി മഴ തരുന്ന ഈ പ്രകൃതി, നമ്മുടെ ഈ ഭൂമി മുഴുവൻ, നമ്മുടെ ഈ നാട് മുഴുവൻ സമ്പൽ സമൃദ്ധമാക്കുന്നത് ഈ പർവ്വതം ഇവിടെ ഉള്ളത് കൊണ്ടാണ്, ഗോവർദ്ധനഗിരി ഉള്ളത് കൊണ്ടാണ്. ഈ ഗോവർദ്ധനഗിരിയുടെ ഐശ്വര്യം കൊണ്ടാണ് നമ്മുടെ പശുക്കളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. നമ്മുടെ സമ്പത്ത് ഈ പശുക്കളാണ്. ഈ പാലും തൈരും മോരും വെണ്ണയൊക്കെയാണ് നമ്മുടെ സമ്പത്ത്. ഇതൊക്കെ തരുന്നത് ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതി ഗോവർദ്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പൂജ ചെയ്യേണ്ടത് നമുക്ക് അന്നം തരുന്ന, നമുക്ക് ആഹാരം തരുന്ന, നമുക്ക് സമ്പാദ്യം തരുന്ന ഈ ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞാലും കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കേൾക്കാൻ തയ്യാറായി. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള പായസവും സംഭാരങ്ങളും ഒരുക്കിക്കൊണ്ട് ദേവേന്ദ്രൻ്റെ പൂജ മുടക്കി. അതിന് പകരം ആ സുദിനത്തിൽ ഗോവർദ്ധനഗിരിയെ പൂജിച്ചു. ഒടുവിൽ എത്രയോ, ഇന്നത്തെ കാലഘട്ടത്തിൽ അളവ് അവിടെ നിൽക്കട്ടെ, എത്രയോ കിലോമീറ്ററുകളോളം വരുന്ന ആ ഗോവർദ്ധനത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള പൂജയായി. പായസമൊക്കെ വലിയ വലിയ വട്ടളത്തിലാക്കിയിട്ട്, വലിയ വലിയ അണ്ടാവിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഗോവർദ്ധനത്തിന് ഒഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തന്നെ ഒരു ഗോവർദ്ധന സ്വരൂപിയായിട്ട് വാവിളർന്നുകൊണ്ട് വലിയൊരു സ്വരൂപം കാണിച്ചു ആ ഗോവർദ്ധനത്തിലേക്ക്. അതങ്ങനെ സ്വീകരിച്ചു എന്നും പറഞ്ഞു. പക്ഷേ പ്രശ്നം തുടങ്ങി. ദേവേന്ദ്രന് ഇഷ്ടായില്ല, നീരസം വന്നു. ആ ഗോകുലത്തെ മുഴുവനും വെള്ളത്തിൽ മുക്കുന്നതിന് വേണ്ടി അതിശക്തമായി ഇടിയും മഴയും, പേമാരി, ഇടിയുടെയും മഴയുടെയും ദേവനായിട്ടുള്ള ദേവേന്ദ്രൻ അതിശക്തമായി ഇടിയും മഴയും തുള്ളിക്കൊരു കുടം പേമാരി ഗോകുലത്തെ മുഴുവനും വെള്ളത്തിലാഴ്ത്തി. പശുക്കളും അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്, അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോഴും സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? 9 ലക്ഷം 10 ലക്ഷം ഒക്കെ പശുക്കളുള്ള ഒരു വലിയ വിഭാഗം അവിടെ, നന്ദൻ, ഉപനന്ദൻ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം വിഷമമുണ്ടായി. ഈ കൊച്ചു ഉണ്ണിയുടെ വാക്ക് കേട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തില്ലേ, ദേവകോപമല്ലേ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുക, കണ്ടത്തേയാണ്ടവൻ പിണ്ടത്തീനും. ആരാണോ നമ്മുടെ പൂജ സ്വീകരിച്ചത്, ആ സ്വീകരിച്ച ഗോവർദ്ധനം തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് തരും, നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെ അതിശ്രേഷ്ഠമായ വിധത്തിൽ എല്ലാവരും കൂടി ഗോവർദ്ധനത്തെ സ്തുതിച്ചു. ഈ സന്ദർഭത്തിൽ ഗോവർദ്ധനത്തെ ഭഗവാൻ അടർത്തിയെടുത്തുകൊണ്ട് ചെറുവിരലിൽ അങ്ങനെ പൊക്കിപ്പിടിച്ചു. ഉയർത്തിപ്പിടിക്കുന്ന സമയത്താണ് ഗോവർദ്ധനോദ്ധാരണം എന്നാണ് ഇവിടെ പറയുക. ഈ സമയത്ത് അവിടെ മറ്റുള്ള കുട്ടികളും മറ്റുള്ള ആ വ്രജവാസികളൊക്കെ വലിയ വലിയ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് കുത്തിക്കൊടുത്തു എന്നാണ്. കാരണം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് വീണാലോ എന്ന് വിചാരിച്ച് സപ്താഹം 7 ദിവസം ഈ ഗോവർദ്ധനത്തെ ഉയർത്തി സകല പശുക്കളെയും ജീവജാലങ്ങളെയും മുഴുവൻ തന്നിലേക്ക് തൻ്റെ ഈ തണലിലേക്ക് നിർത്തി. ഈ മഴയിൽ നിന്നും പേമാരിയിൽ നിന്നും അതുപോലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ദേവേന്ദ്രനല്ല നമ്മുടെ ഇന്ദ്രൻ എന്ന്
അവിടെയുള്ള കാമധേനുവിന് പോലും മനസ്സിലായി. കാമധേനു അകിട് ചുരത്തി ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഗോവിനാൽ വിന്ദനം ചെയ്യപ്പെട്ടവനാണ് ഗോവിന്ദൻ. അങ്ങനെ ഭഗവാന് ഗോവിന്ദ 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 എന്നുള്ള നാമമുണ്ടായി എന്നുകൂടി ഒരു വിശേഷപ്പെട്ട ചരിതം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാൻ കാരണം അത്രമാത്രം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു വിഷു ആചരണത്തിലൂടെ വന്നിരിക്കുന്നത്. ഈ വിഷു സുദിനം രാവും പകലും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ നന്മകൾക്കായി നാം ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ആചരിക്കുന്നു. സമഭാവനയുടെ ഒരു സുദിനമാണ് ഇന്ന്. വിഷുവിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏതൊരു മലയാളിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ശുഭകാമനയുടെ സുന്ദരഭാവങ്ങൾ തൊട്ടുണർത്തുന്ന ദിനമാണ് ഇന്ന്. ആ ഒരു പൊട്ടിച്ചിരിക്കൽ, ആ ഒരു പൂത്തിരിയുടെ മനോഹാരിത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഹൃദയത്തിലും ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു ശുദ്ധ സത്വൈകരൂപം എന്ന് പറയാറില്ലേ, ആ സത്വസ്വരൂപത്തെ തന്നെ, അതായത് വെള്ള വസ്ത്രത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് നമ്മളൊക്കെ ചെയ്യുന്നതെങ്കിലും ഭഗവാന്റെ വസ്ത്രം എന്താണ്? പീതാംബരമാണ്. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം. കാർഷിക വിഭവങ്ങളും കണിക്കൊന്ന പൂക്കളും ഇല്ലാത്ത കണ്ട് നമുക്കൊരു വിഷുവില്ല. പ്രകൃതിയുടെ ഏറ്റവും മനോഹാരിത ഉള്ള ഒരു കാഴ്ചയാണ് കൊന്നപ്പൂവിൻ്റെ കാഴ്ച. പക്ഷേ ആ കൊന്നപ്പൂവിനെ നമ്മൾ കണിക്കൊന്നയായിട്ടാണ് ഏത് കാലത്തും പറയാറ്. എന്തുകൊണ്ട്? കൊന്നപ്പൂ കണി കണ്ട് ഉണരുന്ന ഒരു സുദിനത്തിലേക്കാണ് നമ്മൾ വിഷുവായിട്ട് വരുന്നത്. മാത്രവുമല്ല, അത് ഒരു വർഷത്തെ മുഴുവൻ ഫലമാണ്. നിറഞ്ഞു കാണുക എന്നുള്ളത് ഒരു വർഷത്തെ മുഴുവൻ ഫലമാണ്. അങ്ങനെ ഒരു വർഷം മുഴുവൻ നമ്മൾ ഈ പ്രകൃതി വിഭവങ്ങൾ, അതുപോലെ ധാന്യങ്ങൾ, സ്വർണം, പണം, സമ്പത്ത്, അങ്ങനെയാണോ? അല്ല. ഈ സ്വർണം വയ്ക്കുന്നു, അവിടെ എന്താണ്? ലക്ഷ്മി ദേവിയെ തന്നെ നമ്മൾ, കാരണം ലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ധനധാന്യങ്ങളൊക്കെ വീഴുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ദേവിയുടെ സങ്കല്പത്തോടു കൂടിയിട്ട് തന്നെയാണ്, മഹാലക്ഷ്മി സ്വരൂപത്തിലുള്ള ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് നമ്മളിവിടെ കാണുന്നതെങ്കിലും ശ്രീകൃഷ്ണ സ്വരൂപത്തിന് ഇവിടെ വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് ഏതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതറിയോ? പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ഈ കാലഘട്ടത്തിലെങ്കിലും. ബരിഹാപീഠം നടവരവപുക്കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ജമാലാം രന്ധ്രാൻ വേണോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. ഭഗവാൻ വേണുഗാനം പൊഴിക്കുന്ന, വൃന്ദാവനത്തിൽ വെച്ച് വേണുഗാനം പൊഴിക്കുന്ന, ഭാണ്ഡീരവനത്തിൽ വെച്ച് വേണുഗാനം പൊഴിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്വരൂപത്തെയാണ് നമ്മൾ കണി കണ്ടുണരുന്നത് ഒരു വർഷത്തെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഭഗവാന്റെ മുന്നിൽ പരബ്രഹ്മമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആ പരബ്രഹ്മ സ്വരൂപമായിട്ടാണ്. തെളിവ് സഹിതമാണ് നമ്മുടെ ആചാര്യന്മാർ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പരബ്രഹ്മ സ്വരൂപം. കാരണം ഈ പ്രകൃതി മുഴുവനും ഭഗവാന്റെ ഒപ്പമുണ്ട്. ഒരു പശുവിനെ ചാരി നിന്നുകൊണ്ട് കാട്ടിലെ
പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തു ഭഗവാൻ സംഗീത രസം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഭഗവാന്റെ കയ്യിലെന്താണുള്ളത്? അതിമനോഹരമായ ഓടക്കുഴൽ. കളവേണുരഭ കളായ നീലക്കമല ചുംബന ലംബടോതിരമ്യ അളിബോധ ഇവാരവിന്ദമധ്യേ രമതാമേ ഹൃദി ദേവകീ കിശോര. ദേവകിയുടെ കൊച്ചുണ്ണി വേണുഗാനം പൊഴിക്കുന്ന ആ ഗോപാലകൃഷ്ണനായിട്ടുള്ള ഭഗവാൻ, വേണുഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാനെ നമ്മൾ കണി കണ്ടുണരുകയാണ് ഒരു വർഷത്തെ ഫലത്തിന് വേണ്ടിയിട്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ പണ്ടുകാലത്ത് അങ്ങനെയാണ്. ഒരു വേണുഗോപാലമൂർത്തിയുടെ വിഗ്രഹവും വേണുഗോപാലമൂർത്തിയുടെ സമ്പ്രദായവും ആരാധന സമ്പ്രദായവും നമുക്കുണ്ടായിരുന്നു. പഴയ കാലത്തുള്ള തേവാരങ്ങളിലൊക്കെ ഒരു വേണുഗോപാല സ്വരൂപത്തിൽ ഭഗവാന്റെ എന്താ കാരണം? 9 ദ്വാരങ്ങളുള്ളതാണ് ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത്. വേണു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതായത് സരിഗമ പധ നി സ 8, പിന്നെ ഈ വിളിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഏതാണ്? ഒരു ദ്വാരം. അങ്ങനെ 9. ഈ 9 ദ്വാരങ്ങളുള്ളത് ഭഗവാൻ അതിമനോഹരമായിട്ടുള്ള സംഗീതം പൊഴിക്കുകയാണ് ഇതിലൂടെ. അതിമനോഹരമായിട്ടുള്ള സംഗീതം, ആ സപ്തസ്വരങ്ങളിലൂടെ അതിമനോഹരമായിട്ടുള്ള രാഗഭാവങ്ങൾ തീർത്തുകൊണ്ട് സകല ചരാചരങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ്. അവരുടെയൊക്കെ ജീവനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വ്രജഭൂമിയിൽ വെച്ച് ഭഗവാൻ ചെയ്തതാണ്. സകലരെയും, കാരണം അതിലൂടെ പൊഴിയുന്ന ആ ശബ്ദത്തിന് ഒരു വലിയ ശക്തി, കാമരാജബീജം, ക്ലീം എന്നാണ്. കളവേണു, സകലരെയും ആകർഷിക്കാൻ കഴിവുള്ള ആ ഒരു സ്വരൂപമാണ് വേണുഗാന മൂർത്തിയുടെ സ്വരൂപം. ആ സ്വരൂപത്തെയാണ് നമ്മൾ സാധാരണ ഈ അതിമനോഹരമായിട്ടുള്ള കളിമണ്ണിൽ ഉള്ള വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയിരിക്കും തുടക്കം. പക്ഷേ ഏതായാലും ആ ഒരു സ്വരൂപത്തിലുള്ള ഭഗവാനെ, ഗോപാലകൃഷ്ണനെ, ഗോശാലകൃഷ്ണനെ അവിടെ ധാന്യത്തോടൊപ്പം ഉരുളിയിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിളക്കിന് മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ വിളക്കൊക്കെ നിറദീപങ്ങൾ, നെയ്യ് വിളക്കൊക്കെ കത്തിച്ച്, നെയ്യ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നെയ്യ് വിളക്ക്, നെയ്യ് കൊണ്ടുള്ള ദീപം, 3 ലോകത്തിനും ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ദേവന്മാർക്കെന്ന് വേണ്ട എല്ലായിടത്തും പ്രകാശം ഉണ്ടാക്കുവാൻ നെയ്വിളക്ക് കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള നെയ്വിളക്ക്, എണ്ണയിലുള്ള വിളക്കുകളൊക്കെ നിറച്ച് വെച്ചുകൊണ്ട് ആ നിറദീപത്തിന് മുന്നിൽ വെച്ച് വേണുഗാനം പൊഴിക്കുന്ന ഭഗവാനെ നമ്മളൊന്ന് സങ്കല്പിക്കുമ്പോൾ അതിൽ അലിയാത്തവരില്ല എന്നാണ്, ഭക്തി നിറയാത്തവരില്ല. കാരണം ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മധുര ഗോകുല ലീലകളാടും ഗുരുവായൂരപ്പ, നിന്റെ മധുരാധരം ചേരും മണിമുരളികയിൽ അലിയാത്തവരില്ല, ഭക്തി നിറയാത്തവരില്ല. ഭഗവാന്റെ മണിമുരളികയിൽ അലിയാത്തവരോ ഭക്തി നിറയാത്തവരോ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഭക്തി നിർഭരമായിട്ട്, ഹൃദയംഗമമായിട്ട് ഒരു നല്ല പ്രാർത്ഥന, ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മുടെ കണി കാണൽ എന്നുള്ള സങ്കല്പം തന്നെ ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഈശ്വര അനുഗ്രഹമായിട്ട് ആ ഭഗവാന്റെ തന്നെ, ഈശ്വരൻ്റെ തന്നെ പ്രതീകമായിട്ട് ഗുരു, മാതാ, പിതാ, ഗുരു, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ സങ്കല്പത്തിലൂടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ആ കൈനീട്ടം വാങ്ങുന്നു. അവിടെയൊക്കെ മൂല്യത്തിനാണ് കേട്ടോ പ്രാധാന്യം. എത്ര, അത്ര, ഇത്ര എന്നല്ല. അവിടെ ആ അതിന് കൈനീട്ടം എന്നുള്ള മൂല്യത്തിനാണ് അവിടെ, അല്ലാതെ സംഖ്യയുടെ മൂല്യമല്ല. അത് കൈകൊണ്ട് എപ്പോഴും ഒരു വർഷത്തേക്ക് നമ്മുടെ ധനസമൃദ്ധിക്ക്, ആയുരാരോഗ്യ സൗഖ്യത്തിനൊക്കെ തന്നെ
ഒരു കൈനീട്ടം, ആദ്യത്തെ വാങ്ങിക്കലാണ് അവിടെ വെച്ച് നടക്കുന്നത്. അത് ആ ഒരു മുതിർന്ന ഒരാളിൽ നിന്നും തലമുറ താഴെയുള്ളവർക്കാണ് കിട്ടുന്നത്. എന്താ? ആ പരമ്പരകളുടെ അനുഗ്രഹം, ഗുരു പരമ്പരകളുടെ അനുഗ്രഹമാണ് നമ്മൾ ആ ആദ്യത്തെ സുദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിലെ ആദ്യത്തെ ആ ഒരു സുദിനത്തിൽ ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നു. ഈശ്വര സന്നിധിയിൽ, തറവാട്ടിൽ, മറ്റ് ക്ഷേത്രങ്ങളിൽ ഒക്കെ തന്നെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഒന്ന് കണ്ടിട്ടുണ്ടാവും, എന്താണ് ഈ ഭഗവാന്റെ ഒരു സ്വരൂപം. അതുകൊണ്ടാണ് കൊച്ചു ഉണ്ണിയായിട്ടുള്ള ഭാവത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ടാണ് നമ്മുടെ മഹാത്മാക്കൾ, ഗുരുപരമ്പരകൾ നമുക്കൊക്കെ ഉപദേശിച്ചു തരുന്നത് മുതുനെല്ലിക്കയാണ്. ആദ്യം കുറച്ച് ചവർപ്പൊക്കെ ഉണ്ടാകും, പിന്നീട് അതിമധുരമായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ. അങ്ങനെയുള്ള മധുരമായ വിധത്തിലുള്ളതാണ് ഗുരുപദേശങ്ങൾ. പണ്ട് ഗുരു സങ്കല്പത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹത്തായ ഈ ഗുരുക്കന്മാർ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പരബ്രഹ്മം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, പ്രയാസമുള്ളത്, രൂപത്തിനും ഗുണത്തിനും മണത്തിനും നിറത്തിനും ഒക്കെ അപ്പുറത്തുള്ളത്, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മം എങ്ങനെയാണ്? അതിമനോഹരമായ സ്വരൂപത്തിൽ 2 കൈയിലും വെണ്ണയെടുത്ത് നിങ്ങൾക്ക് സുഹൃതം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് സുഹൃതമാകുന്ന ഇരുകൈ വെണ്ണയാകുന്ന സുഹൃതവും പിടിച്ചുകൊണ്ട് നമ്മുടെ നേർക്ക് ഓടി വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആ പൊന്നുണ്ണി കൃഷ്ണൻ മുതൽ, അത് കഴിഞ്ഞ് അതിമനോഹരമായിട്ടുള്ള വേണുഗാനം പൊഴിക്കുന്ന ഭഗവാൻ, പിന്നെ നമ്മൾ അനേകം സങ്കല്പങ്ങളിലേക്ക് നമ്മൾ ദേവീ ദേവന്മാരുടെ ഭാവത്തിലൊക്കെ നമ്മൾ കണി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുകയാണ്. പക്ഷെ തുടക്കം ഇവിടെയാണ്. കാരണം എന്താ? പരബ്രഹ്മത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് ഈ മനോഹരമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിലാണെന്ന് പറഞ്ഞത്, ബാലകൃഷ്ണൻ്റെ രൂപത്തിലാണ്. നന്മയേറിയിടും നാമവെണ്ണയും മേന്മയേറിയിടും പ്രേമ പൈമ്പാലും എൻ മനസ്സാകും കൊച്ചുകിണ്ണത്തിൽ നിൻ മുൻപിലിത വെച്ചു കാക്കുന്നു. മിന്നും നിന്നൂടെ പൊന്നു കരത്താൽ വന്നേടുത്ത മൃദേത്തു കഴിക്കാൻ പൊന്നോമനെ നീ തെല്ലും മടിക്കാതൊന്നു വേഗം വരികൻ്റെ മുന്നിൽ. വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ ഇന്ദുചൂടനും
ബ്രഹ്മനുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ. ആ ഒരു ഭാവത്തിൽ നമ്മൾ ഭഗവാനെ കാണുകയാണ്. പണ്ട് നമ്മുടെ വില്ലുമംഗലം സ്വാമിയാർ, നമ്മൾ ആ കഥയിലേക്കൊന്നും ഇപ്പോഴും കടക്കുന്നില്ല, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ആ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന പാൽക്കടലിൽ അതായത് ഭുജംഗ തൽപ്പത്തിൽ ഇരുന്നരുളുന്ന ഭൂമിദേവിയോടും ശ്രീദേവിയോടുകൂടിയും ഇരുന്നരുളുന്ന അത്യപൂർവമായ ലോകത്തിലെ സ്വരൂപത്തെ ഏവർക്കും കാണിച്ചു തരുന്ന അനന്തപുരം പത്മനാഭൻ്റെ ആ സന്നിധിയിൽ നിന്നും വില്വമംഗലം സ്വാമിയാരുടെ യാത്ര ഇന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ അനന്തശായിയായ പത്മനാഭനിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വില്വമംഗലം നമുക്കൊന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. എന്താണ്? നിങ്ങൾ ബ്രഹ്മത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബ്രഹ്മത്തെ കാണാൻ പറ്റുമോ? പലരും പറയാറുണ്ട് പരബ്രഹ്മം ഇന്ന രൂപം, നിർഗുണം, നിത്യമുക്തം, നിർവികാരം, അങ്ങനെ പല പേരുകളിലും പറയുന്നു എന്നല്ലാതെ കാണാൻ പ്രയാസമുള്ളതാണ്, രൂപത്തിനും ഭാവത്തിനൊക്കെ അപ്പുറത്തുള്ളതാണ്. നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം എന്നാണ്. വേദങ്ങൾ അനേകായിരം സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചിട്ടും അസ്പഷ്ടം ദൃഷ്ടമാത്രേ, അങ്ങനെയുള്ളതാണ് പരബ്രഹ്മമെങ്കിൽ ആ പരബ്രഹ്മത്തെ കാണാം. എവിടെ? നന്ദഗോകുലത്തിൽ നന്ദഭവനത്തിൻ്റെ മുന്നിൽ ഒരു ഉരല് കാണാം. ആ ഉരലിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിങ്ങനെ പിടിച്ചു പോകൂ. ആ നീണ്ടു കിടക്കുന്ന കയറിൻ്റെ അറ്റത്ത് കാണാം ഒരു നീല വർണ്ണത്തെ. അത് തന്നെയാണ് കല്ലു വേണോ നീല നിറം, കോലും നല്ല കല്ലു വേണോ, മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ, കല്ലു വേണോ നീല നിറം, കോലും നല്ല കല്ലു വേണോ, മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ എന്ന് ദേവഗീതൻ ജഠരമാം ആഗരത്തിൽ നിന്നുദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ, ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷശീലായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ, നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. ആ ഭാവത്തിൽ നിങ്ങൾക്ക് കാണുന്നതാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഋഷീശ്വരന്മാർ, യോഗീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നത് എന്താ? ബ്രഹ്മത്തെ നിങ്ങൾക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാം, ബ്രഹ്മത്തെ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും. ഏത് രൂപത്തിൽ? നമ്മളൊക്കെ വിഷുക്കണിയുടെ രൂപത്തിൽ, കൊന്നപ്പൂവിൻ്റെയും നിറദീപത്തിൻ്റെയും സകല പ്രകൃതി വിഭവങ്ങളുടെയും മുന്നിൽ വെച്ച് കാണുന്നൊരു സ്വരൂപമുണ്ടല്ലോ, ഓടക്കുഴൽ വിളിക്കുന്ന സ്വരൂപം, അല്ലെങ്കിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ സ്വരൂപം, പീലിത്തിരുമുടി ചൂടിയ സ്വരൂപം, പീതാംബരപ്പട്ടുടുത്ത സ്വരൂപം, വനമാലയോടുകൂടിയ, കാലിൽ കാൽച്ചിലമ്പോടും കാതിൽ കടുക്കനോടും കൂടിയ അതിമനോഹരമായ സുന്ദര സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ആ ഭഗവാനെ നമുക്കൊക്കെ ദർശിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമ്പോൾ അത് ബ്രഹ്മത്തിലേക്കാണ് എത്തുന്നത് എന്നാണ് പറഞ്ഞത്. മാനസസംചരരേ ബ്രഹ്മണി മാനസസംചരരേ മദശിഖിപ്പിഞ്ച അലങ്കൃത ചിഗുരേ മഹനീയക പോല വിദിത
മുകുരേ മാനസസംചരരേ ബ്രഹ്മണി മാനസ സംചരരേ. മനസ്സുകൊണ്ട് ആ സ്വരൂപത്തെ കണ്ട് നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഈ വിഷുവും ധന്യമാക്കി തീർക്കാം. കാണുമ്പോൾ കണി കാണുന്ന സമയത്ത് നല്ലതുപോലെ നമ്മൾ ഇനിയും വൈകിട്ടില്ല, വേണ്ടതുപോലെ കേശാദിപാദം പാദാദികേശം കാണാൻ വേണ്ടിയിട്ടാണ് ആ രൂപം നമുക്ക് പ്രതിമാരൂപത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. കേശാദിപാദം ഭഗവത് സ്വരൂപത്തിൻ്റെ പാദം മുതൽ കേശാദിപാദം, അതായത് പീലിത്തിരുമുടി മുതൽ താഴോട്ട്, താഴെ മുതൽ മേൽപോട്ട്, അങ്ങനെ കേശാദിപാദം പാദാദികേശം എന്നുണ്ണി കൃഷ്ണനെ കാണാകേണം, എപ്പോഴും ഇങ്ങനെ കാണാകേണം. കേശാദിപാദവും പാദാദികേശവും എപ്പോഴും എപ്പോഴും കാണാകേണം. അത് അന്ന് മാത്രം കണ്ടാൽ പോരാ, പിന്നെ നമുക്ക് എന്നും കാണാനുള്ള ഒരവസരത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വർഷത്തെ ഫലമാണ്. വീണ്ടും നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി അടുത്ത വർഷത്തെ ഫലമായിട്ട് കാണുന്നു. ഈ ഒരു ഭാവത്തിൽ അനുഗ്രഹം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ മനോഹരമായ സുദിനത്തിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത് പോലെ കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. നരകവൈരിയാം അരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നേൻ അടുത്തുവ ഉണ്ണിക്കണി കാൺമാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചെലുചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാൺമാൻ. ഈ ഒരു ഭാവത്തിൽ ഭഗവാനെ കണി കാണാൻ കിട്ടിയ ഒരു സുദിനം, നന്മയുടെ സൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മയുടെ സന്ദേശം ലോകത്തിൽ എന്നും എങ്ങും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വസുധൈവ കുടുംബകം, ഒരു പൂന്തോട്ടത്തിലെ ചെടികളും പുഷ്പങ്ങളും പോലെ വ്യത്യസ്ത നിറങ്ങളും ആകാരങ്ങളും എല്ലാമാണെങ്കിലും എല്ലാം തരുന്നത് സുഗന്ധമാണെന്നുള്ള ഭാവത്തിൽ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ, നന്മ വിതച്ചാൽ നന്മ കൊയ്യും എന്ന് കാണിച്ചു തരാൻ, ഛിദ്രശക്തികളും മറ്റുള്ള വിരോധഭാവങ്ങളും വിളയാടുന്ന കാലത്ത് വിദ്വേഷവും പകയും പരത്തി അരാജകത്വം സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാന്തിയുടെ സന്ദേശം, സമാധാനത്തിൻ്റെ സന്ദേശം, ശാന്തി 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 എന്ന് നമ്മളെ ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിക്കുന്ന, പണവും അധികാരവും സമ്പത്തിനും അപ്പുറത്ത് സമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ, ഈശനായി തീരാനല്ല, സാത്താനായി മാറാനല്ല, പിന്നെ കരയാനും ചിരിക്കാനും സാധിക്കുന്ന തരത്തിൽ മനസ്സിൽ മറയില്ലാത്ത സന്തോഷത്തോടുകൂടി ഒന്നായിത്തീരുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഈ വിഷു സുദിനം നമ്മൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ, ശ്രീമന് നാരായണീയത്തിൽ പറഞ്ഞ സ്വരൂപത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ വിഷു സുദിനം സമർപ്പണം ചെയ്യാം. അഗ്രേ പശ്യാമി
തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈഃ അവീതം നാരദാദ്യൈർ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം.